ഡാഡ മറിയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗിന് ഒത്തിരി പ്രത്യേകതയുള്ള വ്ളോഗ്സ് ആട്ടോ. അതായത് ഞാൻ ഓഫർ തിരക്കിയുള്ളൊരു യാത്രയിലാണ്. ഇപ്പം കർക്കിടക മാസമല്ലേ, എല്ലാ ഷോപ്പുകളിലും ആഡി സെയിൽ നടക്കുന്ന സമയമാണ്. ഞാൻ ആദ്യം പോയത് സീമാസിലാട്ടോ. അവിടെ ഒത്തിരി കയറി കറങ്ങി. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഞാൻ അവിടെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചുരിദാർ എടുത്തു. പക്ഷേ ആ ചുരിദാറിൻ്റെ സെയിം കളറിൽ എൻ്റെ ഹസ്ബൻഡിന് എനിക്കൊരു ഷർട്ട് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് തിരക്കി കുറേ പോയി. ആ കളർ കിട്ടാൻ എളുപ്പമാണെന്ന് തോന്നുന്നു. പക്ഷേ ആ ഒരു മെറ്റീരിയലിന് അങ്ങനത്തെ ഒരു കളർ എടുത്തിട്ട് അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു മെറ്റീരിയൽ വേണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ പറഞ്ഞിട്ടാട്ടോ ഞാൻ ഇവിടെ വന്നത്. ഇവിടെ നല്ല സെയിൽ നടക്കുന്നുണ്ട്, അടിച്ചിൽ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ട് അവർ പറഞ്ഞത് ഓഫ് ഡേ പോകരുത്, നല്ല തിരക്കായിരിക്കും. വർക്കിംഗ് ഡേ പോയാലും തിരക്കില്ലെന്നാണ്. ശരിയാട്ടോ, വർക്കിംഗ് ഡേ പോയിട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞ കണക്കാൻ എനിക്ക് തോന്നിയൊരു കാര്യം, സാരിക്ക് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. സാരിയുടെ കളക്ഷനൊക്കെ അടിപൊളി, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഹസ്ബൻഡ് എന്താണ്ട് എൻ്റെ ഡ്രസ്സിൻ്റെ സെയിം ഏകദേശം ഒരു ഗ്ലേസിങ് ഉള്ള മെറ്റീരിയൽ തന്നെ കിട്ടി. എനിക്കത് ഇഷ്ടമായി. അങ്ങനെ ചെന്നിട്ട് തുടക്കത്തിലേ എടുത്ത ഷർട്ടാണ്. എടുത്തപ്പോൾ തന്നെ എനിക്കത് ഇഷ്ടമാവുകയും ചെയ്തു. അതെടുത്തങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ ഒരു അഴിച്ചുപണിയിലുണ്ടല്ലോ സാധനങ്ങളുടെ, സാരിക്കൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് വന്നു. സൂപ്പർ എന്ന് വെച്ചാൽ എനിക്ക് പറയാൻ കാരണം, ഇങ്ങനെ കല്യാണത്തിന് കൊടുക്കുന്ന പട്ടുസാരി അങ്ങനെ പ്രതീക്ഷിക്കരുത്. നമുക്ക് ഓഫീസിലിടാനും അതുപോലെ നമുക്ക് ഇപ്പോൾ ടീച്ചേഴ്സിനൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തുകൊണ്ടാൻ പറ്റിയ നല്ല സാരികൾ, എസ്പെഷ്യലി നല്ല കോട്ടൺ നല്ല അടിപൊളി സാരികളുണ്ട്. പിന്നെ റേറ്റ് വരുന്നത് ആഡി സെയിലാണല്ലോ, എല്ലാം 1000 രൂപയ്ക്ക് താഴെ. അതായത് അവിടെ ഓഫറായിട്ട് വെച്ചിരിക്കുന്നത് 999 രൂപയ്ക്ക് താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ സാരിക്ക് 500 രൂപയ്ക്കകത്തും 999 രൂപയ്ക്ക് അകത്താണ് ഏറ്റവും കൂടുതൽ സാരിയുടെ കളക്ഷൻ ഞാൻ കണ്ടത്. ഞാൻ 2 സാരി എടുത്തു. ഒരെണ്ണം ഒരു 500 രൂപ റേഞ്ച് വരുന്നത്, ഒരെണ്ണം ഒരു 800 രൂപ റേഞ്ച് വരുന്ന 2 സാരീസായിട്ടാണ് എടുത്തത്. സാരിക്ക് നല്ല കളക്ഷനുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഓഫീസിൽ പോകുന്നവരൊക്കെ സാരിയുടെ കളക്ഷനൊക്കെ ഒന്ന് പോയി നോക്കുന്നത് നന്നായിരിക്കും. പിന്നെ ടോപ്സിൻ്റെ കളക്ഷനിൽ ഭയങ്കര അടിപൊളി എന്ന് പറയുന്നത് കോട്ടൺ നോർമലായിട്ടുള്ള ടോപ്സ് തന്നെയാണുള്ളത്. പിന്നെ ചുരിദാർ മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിൻ്റെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്തിടാനാണെങ്കിൽ നല്ല കളക്ഷനുണ്ട്. അത്യാവശ്യം റേറ്റും കുറവാണ്. ടോപ്പ് പക്ഷേ ഞാൻ അത്ര അടിപൊളി എന്ന് പറയുന്നില്ല, കൊള്ളാം. കോട്ടൺ ടോപ്സാണ് ഉള്ളത്. പിന്നെ അതുപോലെ ബെഡ്ഷീറ്റിൻ്റെ നമ്മുടെ കിങ് സൈസ്, ക്യൂൺ സൈസൊക്കെ നല്ല അടിപൊളി ബെഡ്ഷീറ്റ്സ് ഉണ്ട്. 1500 രൂപ റേഞ്ച്, 2000 രൂപ റേഞ്ച് വരുന്നതൊക്കെ പകുതി വിലയ്ക്കാണ് വരുന്നത്. നല്ല ഷീറ്റുമാണ് കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് കളറിൽ വരുന്ന നല്ല അടിപൊളി ഷീറ്റ് ഒരുപാടുണ്ടായിരുന്നു. ഷീറ്റ് ഞാൻ എടുത്തില്ല. ഞാൻ 2 സാരി, ഒരു ഷർട്ട്, പിന്നെ എന്തോ ഒരു എക്സ്ട്രാ സാധനം എടുത്തു. അതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ 2-3 സാധനങ്ങൾ ഞാൻ അവിടെ നിന്ന് എടുത്തത്. ബെഡ്ഷീറ്റ്സൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പോയി എടുക്കുക, നല്ല ഓഫറുണ്ട്. അതുപോലെ നമ്മുടെ സോഫ കവറൊക്കെ ഇല്ലേ, അതൊക്കെ നല്ല ഓഫറിൽ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം ബില്ലിടാൻ ഇച്ചിരി ക്യൂ നിന്നു. അവിടെ എനിക്ക് ആളിത്ര തോന്നിയില്ലെങ്കിലും ക്യൂ നിൽക്കാനായിട്ട് നല്ല ആളുണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡാണ് പോയി ബില്ലിട്ടിട്ട് വന്നത്. അങ്ങനെ ബില്ലൊക്കെ ഇട്ടതിന് ശേഷം, ബില്ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കറങ്ങി കഴിയുമ്പോൾ നമുക്ക് പൊതുവേ ഒരാൾ വൈകുന്ന അല്ലെങ്കിൽ തുടങ്ങും വിശപ്പ്. അങ്ങനെ വിശപ്പ് എനിക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ലിഫ്റ്റിലൊക്കെ കയറി പെട്ടെന്ന് താഴോട്ടെന്ന് എത്തണേന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. എന്തിനാ താഴോട്ട് എത്തുന്നതെന്ന് ആലോചിച്ചാൽ, ജോലിക്കാസിനോട് ചേർന്ന് തന്നെ ഒരു കേക്ക്സ് ആൻഡ് കേക്ക്സ് ഉണ്ട് കേട്ടോ. ആ ഒരു ഗ്രൗണ്ടിൽ തന്നെ, അവരുടെ ആ ഒരു ഗ്രൗണ്ടിൽ തന്നെ. ഞാൻ അന്ന് വന്നപ്പോഴേ പറഞ്ഞു, തിരിച്ചു വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും വാങ്ങിത്തരണേ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കേക്ക്സ് ആൻഡ് കേക്ക്സിൽ കയറി. അപ്പോൾ ഇവിടെ നമുക്ക് കഴിക്കാനായിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ, ഇവിടെ ബിരിയാണി ഉണ്ട്, അതുപോലെ സ്നാക്സ് ഉണ്ട്, ഡ്രിങ്ക്സ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, ചായ ഉണ്ട്, കോഫി ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തൽക്കാലം ഒന്ന് വിശപ്പൊതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു എഗ് പപ്സും ചായയാണ് ഓർഡർ ചെയ്തത്. പിന്നെ പപ്സിൻ്റെ കാര്യം പറയണ്ടല്ലോ, നമ്മൾ എങ്ങനെ കഴിച്ചാലും വൃത്തിയാവാത്തൊരു സാധനമാണ് ഈ പപ്സ്. അപ്പോൾ പപ്സ് കഴിക്കാമെന്ന് വെച്ചു. പപ്സ് ഞാൻ ഇങ്ങനെ ദോശയും നമ്മുടെ പൊറോട്ടയൊക്കെ കഴിക്കുന്നവർക്ക് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് പിച്ചതിരുന്നു. അല്ലെങ്കിൽ ദേഹം മൊത്തം ഇങ്ങനെ കഴിച്ചാൽ തന്നെ അവിടെ ഫുള്ളാവും. അപ്പോൾ അത് കഴിച്ചിറങ്ങിയിട്ടൊന്നും എനിക്ക് വിശപ്പൊതുങ്ങിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഉള്ള സ്നാക്സൊക്കെ കുറേ നോക്കി. അതിൽ നിന്ന് 1-2 ഐറ്റംസൊക്കെ മേടിച്ചു. അതിന് പ്രധാനമായിട്ട് ഞാൻ വാങ്ങിച്ചൊരു സാധനം നമ്മുടെ കോഴിക്കട്ടയാട്ടോ. അപ്പോൾ കോഴിക്കട്ട വാങ്ങിച്ച് ഞാൻ കാറിൽ കയറി ഉടനെ ഞാൻ ആ കവറും പിടിച്ചുകൊണ്ടിരിക്കുക. അത് പൊട്ടിച്ചിട്ട് എനിക്ക് അപ്പം തന്നെ കഴിക്കണം, എനിക്ക് വിശക്കുന്നു. മാത്രമല്ല അത് എടുത്തപ്പോൾ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു ആ ഒരു കവറിൽ. അപ്പോൾ ഞാൻ കേക്ക്സിൻ്റെ ഈ ഒരു കോഴിക്കട്ട വാങ്ങിച്ച് അന്നേരം തന്നെ പൊട്ടിച്ച് കാറി ഇരുന്ന് തന്നെ തിന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അരിമാവും അകത്ത് നല്ല ശർക്കരയുള്ള നല്ല അടിപൊളി ഒരു കോഴിക്കട്ട. അതൊക്കെ കഴിച്ചു. ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ട് പോകുന്ന ശരിക്കും എനിക്ക് 1-2 സാധനങ്ങൾ വേണമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കടയിലെടുത്ത് തന്നെ നിർത്തിയിട്ട് എനിക്ക് 1-2 സാധനങ്ങൾ വാങ്ങാനൊക്കെ നോക്കി. പിന്നെ ആ കുപ്പിയിലിരിക്കുന്ന പലഹാരമൊക്കെ നോക്കി വീട്ടിൽ ടാറ്റ പറഞ്ഞു പോയി.